കോപത്തിൻ്റെ അനന്തരം ഫലം. പുരാതന ഇന്ത്യയിൽ ശാന്തമായ ഒരു ആശ്രമത്തിൽ രോഹൻ എന്ന ഒരു യുവ സന്യാസി താമസിച്ചിരുന്നു. ഒരു ദിവസം ധ്യാനത്തിലിരിക്കെ സഹസന്യാസിയായ വിക്രമിൻ്റെ അശ്രദ്ധമായ ഒരു പരാമർശം രോഹനെ അസ്വസ്ഥനാക്കി. രോഹൻ്റെ കോപം ആളിക്കത്തുകയും അയാൾ രൂക്ഷമായ മറുപടി നൽകുകയും ചെയ്തു. അത് വിക്രമിന് വേദനയ്ക്ക് കാരണമായി. അയാൾ ആശ്രമം വിട്ടുപോയി. ദിവസങ്ങൾ കടന്നുപോയി. രോഹൻ്റെ ദേഷ്യം ശമിച്ചു. ജ്ഞാനിയായ ഗുരു രോഹൻ്റെ അസ്വസ്ഥത ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു കഥ പങ്കുവച്ചു. വിഷം കലർന്ന ഒരു അമ്പ് ഒരു ഗ്രാമീണനിൽ തറച്ചു. വൈദ്യനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്പ് എത്രയും വേഗം നീക്കം ചെയ്യണം, അല്ലെങ്കിൽ അതിലെ വിഷം പടർന്ന് അവൻ മരിക്കുകയോ വിഷം സാവധാനം ശരീരത്തിൽ വ്യാപിച്ച് വലിയ ദുരിതങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യും. തൻ്റെ തെറ്റു മനസ്സിലാക്കിയ രോഹൻ വിക്രമിനോട് മാപ്പ് ചോദിക്കുകയും അവർ അനുരഞ്ജനത്തിലാവുകയും ചെയ്തു.